Design a continuous foundation that will carry a load of 480 kilonewton per meter using the following parameters. Soil. Soil's parameters എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? Gamma is given, phi is given, that is friction angle or angle of shearing resistance തന്നിട്ടുണ്ട് phi. ES Young's modulus and Poisson's ratio is given. പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിടെയാണെങ്കിൽ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 2.5 into 10 raised to 5 kilonewton per meter square. And phi u is given. Phi u എന്താ? ഇന്റർഫേസ് ഫ്രിക്ഷൻ ആംഗിൾ ആണ്. വെറും phi എന്ന് പറയുന്നത് എന്താണ്? സോയിൽ ഇന്റർഫേസ് വരുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആംഗിൾ ആണ് phi. അതൊരു സോയിൽ റീഇൻഫോഴ്സ്മെന്റ് ഇന്റർഫേസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർഫേസ് ഫ്രിക്ഷൻ ആംഗിൾ ആണ് ഈ 20 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ. Then factor of safety against tie breaking is 3 and against pull out it is given as 2. Foundation എന്ന് പറയുന്നത് എത്രയാണ്? ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് DF എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. DF എന്ന് വെച്ചാൽ എന്താണ്? ഫൗണ്ടേഷൻ്റെ ബേസ് വരെ, ഗ്രൗണ്ട് ലെവൽ തൊട്ട് ഫൗണ്ടേഷൻ്റെ ബേസ് വരെ വരുന്ന ആ ഒരു ഡെപ്തിനെയാണ് DF എന്ന് പറയുന്നത്. ഓക്കെ, DF is given as 1 meter and allowable bearing capacity is 160 kilopascal. Design life 50 years ആണ്. 50 ഇയേഴ്സിലേക്കാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വാല്യൂസ് അസ്യൂം ചെയ്യാൻ പോവാണ്. തന്നിട്ടില്ലാത്തത് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് 1 മീറ്റർ, അതായത് ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെ വരുന്ന ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് 1 മീറ്റർ ആണ്. ഡെൽറ്റ എച്ച് ഇസ് അസ്യൂം ടു ബി 0.5 മീറ്റർ. ഡെൽറ്റ എച്ച് എന്താണ്? വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്, മാറിപ്പോകരുത്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് അല്ല, വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. അതായത് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഫൂട്ടിങ്ങും ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4 അങ്ങനെ 4 റീഇൻഫോഴ്സ്മെന്റ് ലെയർ കൊടുത്തിരിക്കുകയാണ്. കാര്യം നമ്മൾ അസ്യൂം ചെയ്യാണ് ഇവിടുത്തെ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് N എന്ന് പറയുന്ന ലെയേഴ്സ് എന്ന് പറയുന്നത് 4 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ 4 ലെയറിലാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വെർട്ടിക്കൽ സ്പേസിംഗ് എന്ന് പറയുന്നതാണ് ഡെൽറ്റ എച്ച് ആൻഡ് ഇസ് അസ്യൂം ടു ബി 0.5. ഓക്കെ, പിന്നെ വന്നിട്ട് എന്താ വരുന്നത്? N4 ആണ്. LDR പറയാം. പിന്നെ വരുന്ന D എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫൂട്ടിങ്ങിൻ്റെ ബോട്ടം തൊട്ട് ഫസ്റ്റ് റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള സ്പേസിങ്ങിനെയാണ് D എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് 0.5. ഓക്കെ, ഇത്രയും നമ്മൾ അസ്യൂം ചെയ്യാം. ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റീഇൻഫോഴ്സ്മെന്റിന്റെ വീതി 75 മില്ലിമീറ്റർ ആണ്. അഥവാ വീതി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ 75 മില്ലിമീറ്റർ ആണ്. ഇനി ലീനിയർ ഡെൻസിറ്റി റേഷ്യോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ലീനിയർ ഡെൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 65% ആണ്. എന്തായിരുന്നു ലീനിയർ ഡെൻസിറ്റി റേഷ്യോ? ഇതൊരു ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, താഴെ റീഇൻഫോഴ്സ്മെന്റ് ലെയേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഫൂട്ടിങ്ങിൻ്റെ ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ വരെയാണ് ഒരു 1 മീറ്റർ, ഇവിടുന്ന് ഇത്രയാണ് 1 മീറ്റർ കൺസിഡർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ 1 മീറ്ററിൽ എത്ര % ഈ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് മാത്രം നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റ ലെയർ, സെക്കൻഡ് ലെയർ ആണെങ്കിൽ ആ ഒരു ലെയർ റീഇൻഫോഴ്സ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യണം. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് ഇവിടുന്ന് ഇത്രയാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ വിഡ്ത്ത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന 75 മില്ലിമീറ്റേഴ്സ് എന്നുള്ളതാണ്. അതായത് 0.075 മീറ്റേഴ്സ് എന്ന് വരും അല്ലേ, വിഡ്ത്ത് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി അത് ഇവിടം തൊട്ട് എങ്ങനെയാണ് 1 മീറ്റർ വരെ ലെങ്ത്തിൽ, ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള 1 മീറ്റർ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരച്ചായിരിക്കും. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയാണല്ലോ 1 മീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു 1 മീറ്റർ ലെങ്തിനുള്ളിൽ എത്ര % ആണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലീനിയർ ഡെൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്തു 65%, അതായത് 0.65 ആണ് ലീനിയർ ഡെൻസിറ്റി റേഷ്യോ എന്നും അസ്യൂം ചെയ്തു. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ അസംഷൻ വരെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് പ്രോബ്ലം ചെയ്തു തുടങ്ങാൻ പോവാണ്. ഓക്കെ, LDR ലീനിയർ ഡെൻസിറ്റി റേഷ്യോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, വിഡ്ത്ത് ഇൻറ്റു നമ്പർ ഓഫ് ടൈസ് എന്ന്. അതെങ്ങനെയായിരിക്കും വരുന്നത്? W ഇൻറ്റു നമ്പർ ഓഫ് ടൈസ് എന്ന് വരുന്നു. എങ്ങനെ വരും? ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ലീനിയർ ഡെൻസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടുന്ന് 1 മീറ്റർ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഒരു വീതി കാണും, ഇവിടുന്ന് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ആവുന്നു. അതെന്ന് പറയുന്നത് 0.075 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അത്രയും വിഡ്ത്ത്
ഇൻറ്റു എത്ര നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. സേ ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. 0.075 മില്ലിമീറ്റർ വീതിയുള്ള 10 റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു പ്ലേസ് ചെയ്തതെങ്കിൽ എത്ര വരും? ഈ ഒരു 0.75 മീറ്റേഴ്സ് വരെ, അതായത് 0.075 ഇൻറ്റു 10 എന്ന് വരുമ്പോൾ എത്രയാണ്? മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നു, അതിന്റെ വീതി എന്ന് പറയുന്നത്, ഈ കൊടുത്തിരിക്കുന്ന വീതി 0.075 മീറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ 10 എണ്ണത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് അടുക്കി വെക്കുകയാണ്. അപ്പൊ ഈ 0.075 ഇൻറ്റു 10 ചെയ്തു ആണല്ലോ. അപ്പൊ നമുക്ക് 75 സെന്റിമീറ്റർ എന്നുള്ളത് കിട്ടി. ഈ 1 മീറ്ററിൽ 75 സെന്റിമീറ്ററും എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ ലീനിയർ ഡെൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 75% ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ അസ്യൂം ചെയ്തു 65% ആണ്. അപ്പം നമുക്ക് അസ്യൂം ചെയ്ത ലീനിയർ ഡെൻസിറ്റി റേഷ്യോ അറിയാം, ഒരൊറ്റ സ്ട്രിപ്പിന്റെ വീതിയും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്ട്രിപ്സിനെ കണ്ടുപിടിച്ചൂടെ? അതാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഈ ലീനിയർ ഡെൻസിറ്റി റേഷ്യോ ആയ 0.65 മീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ഒരൊറ്റ സ്ട്രിപ്പ്, ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ ആ ടൈഡ് വീതി എത്രയാണോ W 0.075 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8.67, അതായത് അപ്രോക്സിമേറ്റ്ലി 9 എന്ന് കിട്ടി. അതായത് ഒരൊറ്റ മീറ്റർ ലെങ്ത്തിൽ 9 ടൈസ് എങ്കിലും ഉണ്ടാകും. ഓക്കെ, ഹെൻസ് ഈച്ച് ലെയർ വിൽ കണ്ടെയ്ൻ 9 ടൈസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മറ്റൊരു ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, QR എന്നുള്ളത്. അതായത് ലോഡ് പെർ യൂണിറ്റ് മീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ലോഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് QR എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ഫൗണ്ടേഷൻ സപ്പോർട്ടഡ് ബൈ ദ റീഇൻഫോഴ്സ്ഡ് എർത്ത്. അപ്പോൾ ആ ലോഡ് പെർ യൂണിറ്റ് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 480 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിന് നമുക്ക് ഫൂട്ടിംഗ് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 480/1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് 480 എന്ന് തന്നെ വരും. അപ്പോൾ QR എന്ന് പറയുന്നത് 480 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ് വന്നു. ഈ QR, Q0 ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ Q0 എന്ന് പറഞ്ഞാൽ അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണ്, അതായത് റീഇൻഫോഴ്സ്ഡ് അല്ലാത്ത സാഹചര്യത്തിൽ ഉള്ള ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണ്. QR എന്താ? റീഇൻഫോഴ്സ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ലോഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം Q0 160 എന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ബെയറിംഗ് കപ്പാസിറ്റി റേഷ്യോ QR/Q0 എത്രയായിരിക്കും? റീഇൻഫോഴ്സ് ചെയ്തതിന് ശേഷമുള്ളത് ഡിവൈഡഡ് ബൈ റീഇൻഫോഴ്സ് ചെയ്യാത്ത സോയിലിൻ്റെത് ആണല്ലോ. അപ്പോൾ 480/160 ആണ്, 3 എന്നുള്ള വാല്യൂവും കിട്ടി. ഇത്രയും ക്ലിയർ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുൾ ഔട്ട് ഫെയിലിയർ, അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീൻ കണ്ടിട്ട് ബോധേഡ് ആവണ്ട, വേണ്ടേ? മിസ് പറയാൻ പോകുന്നൊരു സംഭവം മാത്രം, ഈ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പുൾ ഔട്ട് ഫെയിലിയർ കാണണം. അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആണ്. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് FB/TN. ഓക്കെ, എന്തായിരുന്നു ഈ FB/TN എന്ന് പറഞ്ഞാൽ? ഫാക്ടർ ഓഫ് സേഫ്റ്റി എഗൻസ്റ്റ് പുൾ ഔട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ, അവിടെ ആ പുൾ ഔട്ട് സംഭവിക്കാതെ പിടിച്ചു നിർത്തുന്നതാണല്ലോ റെസിസ്റ്റിംഗ് ഫോഴ്സ്, ഡിവൈഡഡ് ബൈ അതിന് കാരണം ഉണ്ടാക്കുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ, എഗൻസ്റ്റ് ദ ടൈ ബീങ് പുൾഡ്. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് FB എന്ന് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട് ലെങ്തി ആയിട്ടുള്ളത്, അത് നമ്മൾ ചെയ്തെടുക്കണം. പിന്നെ TN എന്താണ്? ടെൻസൈൽ ഫോഴ്സ് ഇൻ ഈച്ച് റീഇൻഫോഴ്സ്മെന്റ് ലെയർ. അപ്പൊ FBയും TNഉം നമ്മൾ സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടാബുലർ കോളംസ് ആണ് ദേ കാണുന്നത്. FBയുടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ആദ്യം നമുക്ക് TN കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ TNന്റെ ഇക്വേഷൻ എന്താ? TN is equal to Q0/N into QR/Q0 minus 1 into A1B minus A2 delta H. ഓക്കെ, അപ്പോൾ ഇതിലെ Q0 QR എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഡേറ്റ ഉണ്ട്. 480 കിലോ ന്യൂട്ടൺ കിലോ പാസ്കൽസും Q0 എന്ന് പറയുന്ന 160 കിലോ പാസ്കൽസും ആണെന്ന് അറിയാം. N നമ്മൾ അസ്യൂം ചെയ്ത് 4 ആണ്, 4 റീഇൻഫോഴ്സ്മെന്റ് ലെയേഴ്സ് ആണ് നമ്മൾ അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞു N എന്നുള്ളത്. അപ്പോൾ Q0/N into QR/Q0 minus 1 ഇത്രയും കണ്ടുപിടിക്കാൻ തടസ്സമൊന്നുമില്ല. പിന്നെ വരുന്നതാണ് A1B minus A2 delta H. അതിലെ B നമുക്ക് അറിയാവുന്നതാണ് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ഡെൽറ്റ H എന്ന് പറയുന്നത് രണ്ട് റീഇൻഫോഴ്സ്മെന്റിന്റെ ഇടയ്ക്ക് വരുന്ന വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ അൺനോൺ ആയിട്ടുള്ള A1ഉം A2 ആണ്. അതൊരു ചാർട്ടിൽ നിന്ന് സിമ്പിളായി റീഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ടാബുലർ കോളം പ്ലോട്ട് വരയ്ക്കുകയാണ്. ലെയർ നമ്പർ, അതായത് 4 ലെയേഴ്സ് ആണല്ലോ N. അപ്പോൾ 1 2 3 4 4 ലെയർ ആണെന്ന് നമ്മൾ വരച്ചു.
പിന്നെ അതെ Q0/n × QR/Q0 - 1 എന്നുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനെ അതേപോലെ എടുത്ത് എഴുതി. എന്നിട്ട് ഈ 4 ലെയറിൻ്റെ ആ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ ഈ 4 ലെയറിനും സെയിം വാല്യൂ തന്നെ ആയിരിക്കും. കാരണം Q0-നും QR-നും n-ൻ്റെ വാല്യൂസ് മാറുന്നില്ല. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 80 തന്നെ കിട്ടും. പിന്നെ നമുക്കിവിടെ വേണ്ടുന്നത് A1B A2 ഡെൽറ്റ എച്ച് ആണ്. അതിന് 2 ടാബുലർ കോളംസ് ഉണ്ട്, A1Bയും A2 ഡെൽറ്റ എച്ച്. എന്നിട്ട് A1B - A2 ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോളത്തിൽ ചെയ്യും. ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ A1-ഉം A2-ഉം ഇത് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് Z/B എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. എന്താണ് Z/B? അതിന് വേണ്ടിയിട്ട് Z/B കാണുന്നതിന് മുമ്പ് Z എന്നുള്ളൊരു ടാബുലർ കോളവും കണ്ടിട്ടുണ്ട്. എന്താണ് ഈ Z എന്ന് പറയുന്നത്? ഡെപ്ത് ഫ്രം ബോട്ടം ഓഫ് ഫൂട്ടിംഗ് ടു ഈച്ച് റീഇൻഫോഴ്സ്മെന്റ് ലെയർ. ഫൂട്ടിങ്ങിൻ്റെ ബോട്ടം തൊട്ട് ഓരോ റീഇൻഫോഴ്സ്മെന്റ് ലെയർ വരെയുമുള്ള ഡെപ്തിനെയാണ് Z എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് നോക്കിക്കേ, ഫൂട്ടിങ്ങിൻ്റെ ബോട്ടം തൊട്ടിട്ട് ഓരോ ലെയറും, അപ്പോൾ ഫസ്റ്റ് ലെയർ വരെയുള്ള എത്രയാണ്? 0.5 ആണ്. രണ്ടാമത്തെ ലെയർ ഇതാണ്, 0.5ഉം 0.5 ചേർത്താൽ 1, അപ്പോൾ Z എന്ന് പറയുന്നത് 1 വരും. മൂന്നാമത്തെ ലെയർ ഇതാണ്, ഓക്കെ, 0.5 0.5 0.5, ബോട്ടം തൊട്ട് മൂന്നാമത്തെ ലെയർ വരെ 1.5 എന്നും നാലാമത്തെ ലെയർ 2 വരും. അപ്പോൾ Z വാല്യൂ എത്രയാണ്? 0.5ഉം 1ഉം 1.5ഉം 2ഉം വന്നു നമുക്ക്. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്നത് 0.5 1 1.5 2. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? Z/B ചെയ്യണം. B എന്ന് പറഞ്ഞാൽ 1 meters ആണ്. അപ്പോൾ Z/B റേഷ്യോ 0.5 1 1.5 2 എന്ന് തന്നെ വന്നു. ഇനി സിമ്പിളാണ്, A1ഉം A2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ചാർട്ടിലേക്ക് പോവാം. ഈ Z വാല്യൂ വേണമെന്ന് ഓർത്ത് വെച്ചോ. Z/B വാല്യൂ 0.5 1 1.5 2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് Z/B എന്ന് പറയുന്ന 0.5ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ആണ്. ചാർട്ട്, ഓക്കെ, ഇതാണ് ആ ചാർട്ട്. ഇതിൽ Z/B എക്സ് ആക്സിസിലും Y ആക്സിസിൽ A1ഉം A2ഉം A3 3 കർവും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കണ്ടേ, Z/B. അപ്പോൾ A1 എവിടെ? ടോപ്പിൽ കിടക്കുന്നു A1, ഇത് A2 ആൻഡ് ദിസ് ഇസ് A3. ഓക്കെ, ഇവിടെ A1 എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യം Z/B എത്ര നമുക്ക് കിട്ടിയ 0.5 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ 0യും 1ൻ്റെ ഇടയ്ക്ക് ഇവിടെ എവിടെയോ ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മളിതിങ്ങനെ മേളിലോട്ട് വരച്ചുകൊണ്ട് പോയിട്ട് കറക്റ്റായിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ 0.3യും 0.4ൻ്റെ ഏകദേശം മിഡിലായിട്ട് വരുന്നു. സോ ഒരു 0.35 റേഞ്ച് വെച്ചിട്ടായിരിക്കും എന്ത് വാല്യൂ വരുന്നത്? A1ൻ്റെ വാല്യൂ വരുന്നത്. അടുത്ത Z/B റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. അപ്പോൾ ആ 1ൻ്റെ വാല്യൂ റീഡ് ചെയ്താലും ആ 0.35 ഒരു കുറച്ച് കുറവേ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 0.34 മറ്റോ ആയിരിക്കും വരിക. അപ്പോൾ നോക്കാം നമുക്ക്. Z/B റേഷ്യോ 0.5ന് കറസ്പോണ്ടിങ് 0.35ഉം ഇവിടെ ഒരു 0.34ഉം ആണ് നമുക്ക് വന്നിരിക്കുന്നത്. Z/B റേഷ്യോ 0.5ന് കറസ്പോണ്ടിങ് കറക്റ്റ് 0.35ഉം 1ന് കറസ്പോണ്ടിങ് 0.34ഉം വന്നു. അതുപോലെ അടുത്ത Z/B റേഷ്യോയ്ക്ക് ആ ചാർട്ടിൽ നിന്ന് A1ൻ്റെ വാല്യൂ വായിച്ചെടുക്കണം, 2നുള്ളതും വായിച്ചെടുക്കുക. എന്നിട്ട് ഇതിന് B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് 1 മീറ്റർ ആണ്. അതുകൊണ്ട് A1B എന്ന് പറയുന്നത് ആ സെയിം വാല്യൂ തന്നെ വന്നു. ഇതേപോലെ നമ്മളിനി A2 ചെയ്യണം. A2 ഡെൽറ്റ എച്ച് ചെയ്യണം. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 റീഇൻഫോഴ്സ്മെൻറ്റിന് ഇടയ്ക്ക് വരുന്ന വെർട്ടിക്കൽ സ്പേസിംഗ് ആണ്. വെർട്ടിക്കൽ സ്പേസിംഗ് ആണ് മറക്കരുത്. ഡെൽറ്റ എച്ച് അത് 0.5 മീറ്റർ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് A2 ആണ് കാണേണ്ടത്. അപ്പോൾ A2 നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ഏത് വാല്യൂ ആണ് Z/Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ലെയറിൻ്റെ Z/B എത്ര? 0.5. അപ്പോൾ നമുക്ക് ആ 0.5ന് കറസ്പോണ്ടിങ് നോക്കുക. A2 ആണ് നോക്കേണ്ടത്. ഇതാണ് A2. അപ്പോൾ Z/B എന്ന് പറഞ്ഞാൽ 0.5. 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലേക്ക് വരച്ചിട്ട് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 0.25 ഇവിടെയാണ് 2627 26ഓ 27ഓ ആ റേഞ്ച് എന്തെങ്കിലും വരും. ഏതാണ് A2 എന്ന് പറയുന്നത്. നമ്മളത് കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ ചാർട്ട് ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഒരു 0.26ഓ 27ഓ ആയിരിക്കണം നമ്മളുടെ A2ൻ്റെ വാല്യൂ. A2 എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ അറിയാൻ പറ്റത്തില്ല, 0.27 ആയിരിക്കും, 26ഓ 27ഓ. കാരണം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് 0.5 ആണ്. ഡെൽറ്റ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ 0.3 ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ. 0.5ൻ്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0.13 വന്നു. അപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞാൽ 0.26 ആണ്. അപ്പോൾ A2 0.26 ആയിരുന്നു. അതിനെ ഡെൽറ്റ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത ലെയറിൽ A2 ഡെൽറ്റ എച്ച് എങ്ങനെ കാണും? Z/B എന്ന് പറയുന്ന 1 ആണ്. ഈ 1 നമ്മൾ ആ ചാർട്ടിൽ പോയി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് A2 കിട്ടും. ആ A2നെ ഡെൽറ്റ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും.
ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം ഫില്ലായി. പിന്നെ വരുന്നത് A1B മൈനസ് A2 ഡെൽറ്റ എച്ച്. അപ്പോൾ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു വാല്യൂസും കിട്ടി. ഇനി ആകെ വേണ്ടുന്ന എന്താ? TN മാത്രമാണ്. TNൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? TN is Q0/N into QR/Q0 minus 1. അതായത് ഈ ഒരു ഫസ്റ്റ് കോളം. ഓക്കെ, പിന്നെ വരുന്നത് A1B മൈനസ് A2 ഡെൽറ്റ എച്ച്, അതായത് ഈ കോളം. ഈ രണ്ട് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ TN കിട്ടുമല്ലോ. ഓരോ ലെയറിലെയും TN കിട്ടി. 18, 20, 21.2, 21.6. ഓക്കെ, അതായത് ഓരോ ലെയറിലും ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിൽ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, സെക്കൻഡ് ലെയർ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞു TN കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണുക എന്നുള്ളതാണ്. FB/TN ആണ്. TN കിട്ടി, നമുക്കിനി FB വേണം. FBയുടെ ഇക്വേഷൻ എന്താ? FBയുടെ ഇക്വേഷൻ then 2 into tan phi u into LDR. LDR എന്ന് പറഞ്ഞാൽ ലീനിയർ ഡെൻസിറ്റി റേഷ്യോ into A3BQ0 into QR/Q0 plus gamma into L0 minus X0 into 2 plus DF. 2 അല്ല, ഇത് Z ആണ്. Z plus DF. അപ്പോൾ 2 tan phi u. Phi എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ 20 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ? ആ സോയിൽ റീഇൻഫോഴ്സ്മെന്റ് ഇന്റർഫേസ് ഫ്രിക്ഷൻ ആംഗിൾ ആണ് phi u എന്ന് പറയുന്നത്. ഇൻറ്റു ലീനിയർ ഡെൻസിറ്റി റേഷ്യോ 0.65 എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 2 tan, അതായത് ഇവിടെ നമ്മൾ ആദ്യം ഇങ്ങനെ ടേബിൾ വരയ്ക്കുകയാണ്. ക്വാണ്ടിറ്റീസ് ഓരോന്നും താഴേക്ക് കണ്ടുപിടിക്കുന്നു. ലെയർ 1, ലെയർ 2, ലെയർ 3, ലെയർ 4, 4 ലെയർ ആയിട്ട് ലെയറിനുള്ള ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടിട്ട് താഴെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം 2 tan phi u into LDR, ഈ ഒരു ടേം മാത്രം അങ്ങ് കണ്ടുപിടിക്കും. 2 tan phi u into LDR. phi u 20 ആണ്, LDR 0.65 ആണ്, കോൺസ്റ്റന്റ് ആണ് രണ്ടും. അപ്പോൾ എല്ലാ ലെയറിനും അതിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? A3BQ0 into QR/Q0 എന്നുള്ള ടേം വേണം. B എന്താണ്? വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. Q0 160 ആണ്, QR 480 കിലോ പാസ്കൽസ് ആണ്. അത് രണ്ടും അറിയാം. അപ്പോൾ ഇതിലാകെ അറിയാത്ത A3 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഫുൾ ടേം കണ്ടുപിടിക്കാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. A3BQ0 into QR/Q0. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം A3 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ A3 എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ സെയിം ചാർട്ടിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് Z/B റേഷ്യോ കാണുമല്ലോ. മുന്നേ നമ്മൾ അത് ഓൾറെഡി കണ്ടുപിടിച്ചു. ആ Z/B റേഷ്യോയ്ക്ക് ഈ A3 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് റീഡ് ചെയ്തെടുക്കുക. A3 ഏതാണ്? ഇതല്ല, സോറി, ഇതാണ് A3. ഈ കർവാണ്. ഓക്കെ, അപ്പോൾ Z/B റേഷ്യോ ഓരോന്നിനും, അതായത് 0.5നും 1നും 1.5നും 2നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 4 A3 വാല്യൂസ് നമുക്ക് കിട്ടും. അത് റീഡ് ചെയ്തെടുക്കുക. അതാണ് ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ്. എന്നിട്ട് A3 നമുക്ക് ഈ വാല്യൂ കിട്ടി. ഇപ്പോൾ ലെയർ 1 ആണെങ്കിൽ A3 അറിയാം. ദാറ്റ് ഇൻറ്റു B എന്ന് പറയുമ്പോൾ എന്ത് വരും? വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. ദാറ്റ് ഇൻറ്റു Q0 160 ഇൻറ്റു QR/Q0. QR/Q0 ഓൾറെഡി നമ്മൾ ബെയറിംഗ് കപ്പാസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 480/160, അതായത് 3 എന്നുള്ളത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെയർ 1ൻ്റെ ഈ ഒരു ടേം കിട്ടി. അത് കണക്ക് ലെയർ 2നും ലെയർ 3ക്കും ലെയർ 4നും വേരി ചെയ്യും. കാര്യം ആ A3 എന്നുള്ളത് വേരി ചെയ്യുമല്ലോ ഓരോന്നിനും. Z/B റേഷ്യോ വേരി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കിട്ടി. ഈ ഒരു ടേം കംപ്ലീറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്ന ടേം ഗാമ ഇൻറ്റു L0 മൈനസ് X0 ഇൻറ്റു Z പ്ലസ് DF മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് L0യും X0 ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ L0 മൈനസ് X0 കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം L0യും X0യും സെപ്പറേറ്റ് കാണണം. എന്താണ് ഈ L0യും X0യും എന്ന് പറയുന്നത്? ഇതിനകത്ത് നോക്കിക്കേ, ഫൂട്ടിങ്ങിൻ്റെ താഴെയുള്ള ഒരു മിഡിൽ ലൈനാണ്, സെൻറ്റർ ലൈനാണ്. പിന്നെ ഇതെന്താണ്? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളത് തിയറി പഠിച്ചതാണ്. ഈ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയാണോ വരുന്നത് ആ പോയിന്റ് വരെ, സെൻറ്റർ ലൈൻ തൊട്ട് മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെ ആക്ട് ചെയ്യുന്നു ആ പോയിന്റ് വരെ വരുന്ന ആ ലെങ്ത് ആണ് X0 എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ലെയറിനും അപ്പോൾ X0 മാറും. കാര്യം ഷിയർ സ്ട്രെസ് എവിടെയാണോ മാക്സിമം വരുന്ന അവിടെ വരെ വരുന്നത്. ഈ ലെയറിൻ്റെ X0 ഇവിടെ വരും, ഫസ്റ്റ് ലെയറിൻ്റെ X0 ഇത്രയേ വരുന്നുള്ളൂ. ഇതാണ് X0. ഇനി L0 എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. സെൻറ്റർ തൊട്ട് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡ് വരെ വരുന്ന ലെങ്ത് ആണ് L0 എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ലെങ്ത് ഓഫ് എ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് L0 പ്ലസ് L0 ആണ്. അതായത് 2L0 വരും.
അപ്പോൾ സെൻറ്റർ ലൈൻ തൊട്ടിട്ട് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ എൻഡ് വരെ വരുന്നതിനെയാണ് L0 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ L0 X0 നമുക്കിനി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് നമുക്ക് L0 കണ്ടുപിടിക്കാം. അതും ഈ സെയിം ഗ്രാഫിൽ നിന്ന് ചാർട്ടിൽ നിന്ന് തന്നെയാണ്. Z/B റേഷ്യോ നമുക്ക് അറിയാമല്ലേ, 0.5ഉം 1ഉം 1.5 2 ആണ് ഇപ്പോൾ ഈ 4 റീഇൻഫോഴ്സ്മെൻറ്റിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 0.5 എന്നുള്ള ഫസ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ നോക്കിയാൽ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് റീഡ് ചെയ്യുക ഇങ്ങോട്ടേക്ക്. അപ്പോൾ 1നും 2നും ഇടയ്ക്ക് വരുന്നു, ഏകദേശം ഒരു 1.5ഓ മറ്റോ ആയിരിക്കും വരിക. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? L0/B ആണ്. ഓക്കെ, പക്ഷെ B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് എത്രയാണ്? 1 മീറ്റർ തന്നെയാണ്. അപ്പോൾ L0/B എന്ന് പറയുന്നത് 1.5 എന്ന് നമ്മൾ റീഡ് ചെയ്തു. അപ്പോൾ L0 എത്ര തന്നെ വരും? 1.5 തന്നെ വരും, കാര്യം B 1 മീറ്റർ ആയതുകൊണ്ട്. നമ്മുടെ L0 ആദ്യത്തെ ലെയറിൽ എത്ര? 1.55. ഓക്കെ, അത് ആക്യുറേറ്റ് റീഡിംഗ് വന്നപ്പോൾ 1.55 ആണ്. സിമിലർലി ഓരോ ലെയറിനും ഉള്ള Z/B റേഷ്യോ വെച്ചിട്ട് അവിടുത്തെ L0 കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ട X0 ആണ്. X0 എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇതേപോലെ ഒരു ചാർട്ടുണ്ട്. Z/B റേഷ്യോ തന്നെയാണ് താഴെ, മുകളിലേക്ക് X0/B എന്നുള്ള റേഷ്യോ ആണ്. അപ്പോൾ Z/B എത്രയായിരുന്നു? 0.5ഉം 1ഉം 1.5 2 ആണ് 4 ലെയേഴ്സിലേക്കുള്ള. അപ്പോൾ ആദ്യത്തെ ലെയറിൻ്റെ 0.5 ആണെങ്കിൽ അതിങ്ങോട്ടേക്ക് വെച്ചിട്ട് റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ X0/B കിട്ടും. അത് എനിക്ക് രണ്ടാമത്തെ ലെയർ എടുത്തു, അതിൻ്റെ Z/B 1 ആയിരുന്നു, അതുകൊണ്ട് ഈ ഒരു വാല്യൂ റീഡ് ചെയ്തെടുത്താൽ X0/B കിട്ടും. അതിൽ നിന്ന് X0 എന്ന് പറയുമ്പം ആ കിട്ടിയ വാല്യൂ ഇൻറ്റു B ചെയ്താൽ മതി. B 1 ആണ്, അപ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കും X0. ഓക്കെ, അപ്പോൾ നമുക്ക് X0ൻ്റെ വാല്യൂസും കിട്ടി. ഇനി എന്താ? L0 മൈനസ് X0 ചെയ്യുക. അതാണ് അടുത്തൊരു റോ എഴുതുന്നത്. പിന്നെ വരുന്ന Z പ്ലസ് DF. DF എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും Z എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അത് തമ്മിൽ ഓരോ ലെയറിൻ്റെയും DF എന്ന് പറയുന്നത് 1 മീറ്റർ തന്നെയായിരിക്കും, പക്ഷേ Z എന്ന് പറയുന്നത് വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ Zഉം DF കൂടി ആഡ് ചെയ്ത് 4 റീഇൻഫോഴ്സ്മെൻറ്റ് ലെയറിലെയും ചെയ്തു. പിന്നെ വരുന്നതാണ് ഗാമ ഇൻറ്റു L0 മൈനസ് X0 ഇൻറ്റു Z പ്ലസ് DF. അതായത് ഈ മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ടേംസ് എല്ലാം കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ആ വാല്യൂ കിട്ടും. അതായത് ഗാമ ഇൻറ്റു L0 മൈനസ് X0 ഇൻറ്റു Z പ്ലസ് DF. അതാണിത്. ഇത്രയും കിട്ടിയല്ലോ. അതായത് ഈ കംപ്ലീറ്റ് പാരാമീറ്റേഴ്സും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ FB കണ്ടുപിടിച്ചൂടെ? ഇതെല്ലാം കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ലെയറിൻ്റെ FB കിട്ടി. അപ്പോൾ FBയും നമുക്കുണ്ട്, TNും നമുക്കുണ്ട്. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ലെയറിൻ്റെയും ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടി. മിനിമം എത്ര പുൾ ഔട്ട് ഫെയിലിയറിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി? 2 ആണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ എല്ലാ ലെയറിലും 2വിനേക്കാൾ കൂടുതലുണ്ട്. സോ എല്ലാ ലെയറും തന്നെ സേഫ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതൊക്കെ തന്നെ അസ്യൂം ചെയ്തതും എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ടെൻഷൻ ഫെയിലിയർ ആണ്. 2 ഫെയിലിയർ ആണല്ലോ ഇവിടെ വരുന്നത്, പുൾ ഔട്ട് ഫെയിലിയറും ടെൻഷൻ ഫെയിലിയറും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വരുന്നത് ടെൻഷൻ ഫെയിലിയർ ആണ്. ടെൻഷൻ ഫെയിലിയറിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അവിടുത്തെ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ്. ഈ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പെർട്ടിക്കുലർ റീഇൻഫോഴ്സ്മെൻറ്റ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് Fy, ദാറ്റ് ഇൻറ്റു തിക്നെസ് ഇൻറ്റു ലീനിയർ ഡെൻസിറ്റി റേഷ്യോ ഡിവൈഡഡ് ബൈ Tn എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് തിക്നെസ് ആണ് അറിയാത്തത്. അതായത് തിക്നെസ് എത്ര കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബൈ പ്രൊവൈഡിങ് നമുക്കുള്ള മിനിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന 3 വാല്യൂ എന്ന് നമ്മൾ കൊടുത്തിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മുടെ അൺനോൺ ഏതായിരുന്നു? ഈ തിക്നെസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനും ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു Tn ഡിവൈഡഡ് ബൈ Fy ഇൻറ്റു LDR ഇസ് ഈക്വൽ ടു തിക്നെസ് എന്ന് എനിക്ക് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ ലെയറിൻ്റെയും Tn മാറുന്നുണ്ട് അല്ലേ? ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് തന്നെയാണ്, Tn വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലെയറിനും കണ്ടുപിടിക്കണം. ലെയർ 1 അതിൻ്റെ Tn എത്ര എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ടേബിളിലോട്ട് പോവുക. ഓക്കെ, Tn ഓഫ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ്, ഫോർത്ത് ലെയർ 18ഉം 20ഉം 21.2ഉം 21.6ഉം. അപ്പോൾ ആ വാല്യൂസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 18ഉം 20ഉം 21.2ഉം 21.6ഉം. അതായത് ലെയർ 1ൻ്റെ Tn 18, ലെയർ 2ന് 20, ലെയർ 3ക്ക് 21.2, ലെയർ 4ന് 21.6. അപ്പോൾ Tn വാല്യൂസ് കിട്ടി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ 3 ഇൻറ്റു Tn. അപ്പോൾ ഫസ്റ്റ് ലെയർ നോക്കിക്കേ, Tn ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി, അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയ 3 ഇൻറ്റു Tn എന്ന് പറയുന്നത് 18 ആയിരുന്നു വാല്യൂ, മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡഡ് ബൈ
FY into LDR. FY എന്ന് പറയുന്നത് 2.5 into 10⁵5 ലീനിയർ ഡെൻസിറ്റി റേഷ്യോ 0.65 വന്നു. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തിക്നെസ് ഏതാണ്ട് ഒരു 0.33 മില്ലിമീറ്റർ എന്ന് വന്നു. ഇതേപോലെ ഓരോ ലെയറിൻ്റെയും 4 ലെയർ ആണല്ലോ, 4 ലെയറിൻ്റെയും നമ്മൾ തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏകദേശം എല്ലാം 0.4 മില്ലിമീറ്റർ ആണ് വന്നത്. അപ്പോൾ നമുക്ക് 0.4 മില്ലിമീറ്റർ എന്നുള്ളത് എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണെങ്കിൽ, ഇഫ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഇസ് യൂസ്ഡ്, 50 വർഷത്തേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ കൊറോഷൻ സംഭവിക്കാം. കൊറോഷൻ്റെ ഒരു റേറ്റ് ഗാൽവനൈസ്ഡ് സ്റ്റീലിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തിൽ 0.025 മില്ലിമീറ്റർ അത് കൊറോഡ് ചെയ്ത് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 50 വർഷത്തേക്ക് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാ പറ്റുന്നത്, 50 വർഷം കൊണ്ട് എത്ര കൊറോഡ് ചെയ്യും? 0.025 into 50 എത്രയൊരു വാല്യൂ വരും. അതിനൊപ്പം നമുക്ക് വേണ്ടിയിരുന്ന എത്ര ആയിരുന്നു? 0.4 മീറ്റർ ആണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചത് അല്ലേ, റീഇൻഫോഴ്സ്മെന്റിന്റെ തിക്നെസ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് മൊത്തത്തിൽ 1.65 മില്ലിമീറ്റർ തിക്നെസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ നോർമലി റീഇൻഫോഴ്സ്മെന്റ് ബാർസ് ഓഫ് മിനിമം 6 മില്ലിമീറ്റർ തിക്നെസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്ട്രിപ്സ് ഓഫ് വിഡ്ത്ത് 75 mm വൈഡ്, അത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ ചെയ്തപ്പോൾ അത് ഓക്കെ ആയതുകൊണ്ട് 75 mm തന്നെ നമുക്ക് എടുക്കാം. ഇത്രയും വിഡ്ത്തുള്ള സ്ട്രിപ്സും ആൻഡ് 6 mm തിക്നെസ്സും ആണ് നമ്മൾ ഈ ഒരു പ്രസന്റ് കേസിന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ആ റീഇൻഫോഴ്സ്മെന്റിന്റെ വീതിയും തിക്നെസ്സും എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ ലെങ്ത് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. മിനിമം ലെങ്ത് ഓഫ് ടൈ ഇൻ ഈച്ച് ലെയർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 2L0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ L0യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ, സെന്റർ ലൈൻ തൊട്ട് L0 എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു സെന്റർ ലൈൻ തൊട്ടിട്ട് റീഇൻഫോഴ്സ്മെന്റിന്റെ എൻഡ് വരെ വരുന്ന ലെങ്ത് ആണ്. ആ L0 ഓരോ ലെയറിന്റെയും നമുക്കറിയാം. അപ്പം മൊത്തത്തിലുള്ള ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി, 2L0 ചെയ്താൽ മതി. സോ 2L0 ചെയ്യുന്നു, അപ്പം നമുക്ക് മിനിമം ലെങ്ത് ഓഫ് ടൈ കിട്ടും. ഓക്കെ, ഫൈനലി നിങ്ങൾ ഡിസൈനിങ്ങിൻ്റെ ഏത് പ്രോബ്ലം വന്നാലും ഇതുപോലെ ഫിഗർ സ്കെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് ഓരോന്നിൻ്റെ ലെങ്ത്തും നമ്മൾ എഴുതിയിട്ടുണ്ട്. 2L0 എന്ന് പറഞ്ഞിട്ട് ഓരോ റീഇൻഫോഴ്സ്മെന്റ് ലെയറിൻ്റെയും ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.